നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈശ്വരീയമായ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടിന്റെയും ദുഃഖ ദുരിതത്തിന്റെയും ഒടുവിൽ പ്രകാശപൂരിതമായ ജീവിത നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്ക്, വഴിപാടുകൾക്ക്, ഈശ്വരനെ വിളിക്കുന്ന ഓരോ സമയത്തും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ ഒന്നാകെ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും സകല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിയും ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. കുടുംബപരമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ മാറുകയും ജീവിതത്തിൽ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ഉയർച്ചകൾ സംഭവിക്കാത്ത ആളുകളാണെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരുന്നു. മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും ആത്മവിശ്വാസവും കഴിവുകളും ഒക്കെ ഇപ്പോൾ മുതൽ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ പരീക്ഷണ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇനി ഈശ്വരൻ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയിലേക്കും പുതിയ നേട്ടത്തിലേക്കുമൊക്കെ കൈപ്പിടിച്ചുയർത്തുന്ന ഒരു സമയമാണ്. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥിതി വെച്ചുകൊണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമൊക്കെ വലിയ തോതിൽ തന്നെ ഓരോ നക്ഷത്രക്കാരെയും സ്വാധീനിക്കാറുണ്ട്. ദൈവികമായ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന അവിശ്വസനീയമായ നേട്ടങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളൊക്കെ മാറി സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരാൻ പോകുന്ന, വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൽ മാറ്റം അനിവാര്യമായി കൊണ്ടിരിക്കുന്ന മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ഭാഗ്യത്തിന്റെ യോഗ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ്. ഇവർക്ക് ധനം ഒരുപാട് വന്നു ചേരാറുള്ള സമയമാണ്. ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക്, സങ്കടക്കടൽ നീന്തി കടക്കുന്ന ആളുകൾക്ക്, കടങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. അതിനുള്ള വഴിപാടുകളും ക്ഷേത്ര ദർശനവും ഒക്കെ നിത്യവും ചെയ്തു പോവുക. ഇഷ്ട ദേവന്റെയോ വീടിനടുത്തുള്ള ദേവന്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ നിത്യ ദർശനം നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക തലത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈശ്വരാനുഗ്രഹം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ധനയോഗം തന്നെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന, നേട്ടങ്ങൾ സമ്പന്നമാക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. ഉയർച്ചയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറി ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വന്നു ചേരുന്ന, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്ന, ഐശ്വര്യം സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർച്ചയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഇവർക്ക് സങ്കട കടൽ നീന്തി കടക്കാൻ സാധിക്കുന്നു. കാർത്തിക നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് പാൽപായസ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു കാലഘട്ടം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി ഇനി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നേട്ടത്തിന്റെയും കാലഘട്ടം തന്നെയാണ്. ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. ഉയർച്ചയിലേക്ക് കുതിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരും. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. തടസ്സപ്പെട്ടു കിടക്കുന്ന പല വിധത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളുമൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. പണം ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്.
മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധാരാളം വന്നു ചേരുന്ന ഒരു സമയമാണ്. ധനം ഒരുപാട് ഇവിടെ കൂടി വന്നു ചേരുന്നു. വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടാനുള്ള ഒരു സമയമാണ്. അത്രയേറെ ഭാഗ്യം സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യ ലബ്ധി തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഇവിടെ കൂടെ വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. വലിയ പുരോഗതിയിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇഷ്ട തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നു. ധാരാളം പണം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കാനുള്ള അവസരം. അതുപോലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നു. സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കാനുള്ള അവസരം, വലിയ നേട്ടം, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലെ മോശമായ അവസ്ഥയിൽ നിന്നൊക്കെ മാറി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. തർക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. സമാധാന അന്തരീക്ഷമാണ് കുടുംബത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഒട്ടേറെ ഉന്നതിയും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾ മാറുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ചികിത്സകൾ ഫലിച്ച് പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന സമയമാണ്. ഭാഗ്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം, വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന, പുതിയ വീട് വാങ്ങുന്നതിനോ വയ്ക്കുന്ന സാധിക്കുന്ന ഒരു സമയമാണ്. വാഹനയോഗമൊക്കെ കാണുന്ന ഒരു സമയമാണ്. ബിസിനസ് പരമായി പ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഐശ്വര്യ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പൂരം നക്ഷത്രക്കാർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേർന്ന് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഉയർന്ന വരുമാനം, ഒട്ടേറെ ഉയർച്ചകളൊക്കെ സംഭവിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നു. അത്രയധികം ഭാഗ്യം വന്നു ചേർന്ന നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവൈശ്വര്യ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇവർ ചെയ്യേണ്ടത് അതുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. നേട്ടങ്ങൾ ഉണ്ടാകും, ഉയർച്ചകൾ വന്നു ചേരും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സർവൈശ്വര്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗ്യത്തിന്റെ സമയം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ അത്രയധികം ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച ഭാഗ്യവും മികച്ച അവസരങ്ങളും വന്നു ചേരുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, മികച്ച വരുമാനം, ഉയർന്ന നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന
ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കണ്ടുവരുന്നു. പുതിയ വീട് എന്നൊരു സ്വപ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരുന്നതിനും സാധിക്കുന്ന സമയമാണ്. ഒട്ടേറെ ഉന്നതികൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ, അതിനുവേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.